മേപ്പാടിയിലേക്ക് നമ്മൾ ഒന്ന് പോകണം. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മുടെ സജു ദേവസിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് നിങ്ങൾക്കറിയാം, ദുരന്ത കഥകൾ മാത്രമുള്ള, ദുരന്ത അനുഭവങ്ങൾ മാത്രമുള്ള ക്യാമ്പാണ് ഈ മേപ്പാടിയിലുള്ളത്. ഒരുപാട് പേരുടെ എല്ലാം നഷ്ടപ്പെട്ട കഥകൾ, കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ടു പോയ വളരെ കരളലിയിപ്പിക്കുന്ന കഥകളും സംഭവങ്ങളും മാത്രമേ അവിടെയുള്ളൂ. കൺമുന്നിൽ ഇരുട്ട് മാത്രം ബാക്കിയാകുന്ന കുറേ മനുഷ്യരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. സജു ദേവസി അവിടെ നിന്നും നമുക്കൊപ്പം ചേരുന്നു. പറയൂ സജു. SKN ഒരുപാട് മനുഷ്യർ അവരുടെ പലതരം ജീവിതാനുഭവങ്ങൾ, ജീവിത കഥകൾ ഉള്ളുപിടയുന്ന അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും നമ്മുടെ ഉള്ളു പിടഞ്ഞു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളാണ്. കാണാതായവരെ കാത്തിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ നഷ്ടമായവർ, ഇനിയിപ്പോൾ മുന്നോട്ടുള്ള അതിജീവനത്തെക്കുറിച്ചുള്ള ഭയാശങ്കകൾ, അങ്ങനെ അനേകം മനുഷ്യരുണ്ട്. കേരളം മുഴുവൻ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴും പക്ഷേ ഇവിടെ കാണുന്ന മനുഷ്യരൊക്കെ അവരുടെ പലതരം വേദനകളും ദുഃഖങ്ങളും ഒക്കെ പങ്ക് വെക്കുന്നുണ്ട്. അത് കേട്ടു നിൽക്കാൻ കഴിയാത്തതാണ്. എന്നോടൊപ്പം മുണ്ടക്കൈ സ്വദേശിനിയായ സാവിത്രി ചേച്ചിയുടെ വീട് നഷ്ടമായതാണ്. ഭാഗ്യം കൊണ്ട് ആ ദിവസം അവരവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ വീട് നഷ്ടമായി, പ്രിയപ്പെട്ടവർ നഷ്ടമായി, ചുറ്റുമുള്ള മനുഷ്യർ, അയൽവാസികളൊക്കെ നഷ്ടമായി. പലതരത്തിൽ ഉള്ള പ്രയാസങ്ങൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് അവിടെ പിന്നെ പോയി നോക്കിയോ? ഇല്ല, അങ്ങോട്ട് വിട്ടിട്ടില്ല. തിങ്കളാഴ്ച രാത്രിയിലാണ്, രാവിലെ വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് രാത്രിയിൽ ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്നത്, എൻ്റെ കൂട്ടുകാരികളൊക്കെ വിളിക്കുന്നത്. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അയൽവാസികൾ 11 ആൾ, 12 ആൾ ഒരു വീട്ടിൽ മരിച്ചു, ഇപ്പുറത്തെ വീട്ടിൽ 5 ആൾ, അപ്പുറത്തെ വീട്ടിൽ 3 ആൾ. അങ്ങനെ എൻ്റെ അയൽവാസികൾ മൊത്തം പോയി, എൻ്റെ വീടും പോയി, എല്ലാവരും പോയി. ഇനി എനിക്ക് ആരുമില്ല ഒരു ആശ്രയം. മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലമല്ല, അവിടെ ഇനി ആർക്കും താമസിക്കാനും പറ്റില്ല. എനിക്കൊരു ബാധ്യതയും കൂടെ ഉണ്ടായിരുന്നു. ബറോഡ ബാങ്കിൽ 2,40,000 രൂപ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അത് ഞാൻ ഡിസംബറോടുകൂടെ എല്ലാവരും നാട്ടുകാരുടെ, എൻ്റെ മരുമക്കളെയൊക്കെ സ്വർണം വാങ്ങി ബാങ്കിൽ പണയം വെച്ചിട്ട് ഞാൻ അത് അടച്ചു തീർത്തു. ഇന്ന് വരെ എനിക്ക് എൻ്റെ കടലാസ് ബാങ്കിൽ നിന്ന് തന്നിട്ടില്ല. ഇപ്പം എൻ്റെ ആ വീടും പോയി. ഇപ്പം എനിക്ക് അധികാരികളോട് പറയാനുള്ളത്, ഞാൻ അടച്ച പൈസ എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ മരുമക്കളെ ഞാൻ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം പണയം വെച്ചത് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഗവൺമെൻറ് അങ്ങനെ ഒരു ഇത് എനിക്ക് ചെയ്തു തരണം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ എടുത്തതാണ്, അത് ദിവസം ജപ്തിയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മരുമക്കളെ സ്വർണം വാങ്ങി പണയം വെച്ച് അത് അടച്ചു തീർത്തു. എന്നാലും എൻ്റെ കടലാസ് അവർ തന്നിട്ടില്ല. ആ വീടും പോയി. ഇനി എനിക്ക് വീടും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എത്രയും പെട്ടെന്ന് ഒരു വീടും വേണം. ഞാൻ അടച്ച പൈസ എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഇത് ഞാൻ എടുത്തു കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിനോട് കൃഷി ലോണാണ് എടുത്തത്. ഞാനും ഹസ്ബൻഡും കൃഷിയാണ്, കൃഷി അവാർഡ് വാങ്ങിയ ആൾക്കാരാണ് ഞങ്ങളത് ആരും തള്ളി തന്നില്ല. ആ ലോണ് അടയ്ക്കണം തന്നെ പറഞ്ഞ് എന്നും ഭീഷണിയാണ്. ലോണ് എടുത്തതിന് ജപ്തിയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞാനത് ഇങ്ങനെ മരുമക്കളെ സ്വർണ്ണമൊക്കെ വാങ്ങി പണയം വെച്ച് അത് അടച്ചു തീർത്തു. ഇന്നുവരെയും കടലാസം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതും കൂടെ ഒന്ന് ശരിയാക്കി ഗവൺമെൻറ് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ വീട് എവിടെയെങ്കിലും കിട്ടിയാലും എനിക്ക് ജീവിക്കണമെങ്കിൽ ഇത് ഇവരെ സ്വർണ്ണം എടുത്തു കൊടുത്തു. അങ്ങനെ ഈ ബാധ്യതകളൊക്കെ തീർക്കാമെന്ന് കരുതി കണ്ട സ്വപ്നങ്ങൾ കൂടിയാണ് ഈ ദുരന്തം എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ സാവിത്രി ചേച്ചിയെ പോലെ അനവധി മനുഷ്യരുണ്ട്. ഇവിടെ പലരും ഭക്ഷണം കഴിക്കുകയാണ്. അവരെ ബുദ്ധിമുട്ടിക്കാതെയാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതമായി നമ്മൾ സംസാരിക്കുന്നത്. കുറേയധികം മനുഷ്യരിങ്ങനെ നമ്മളോടൊത്ത് വന്ന് സമാനമായി, അതായത് അതിജീവനത്തിന് അല്ലെങ്കിൽ സ്നേഹവീടൊക്കെ സർക്കാരും സന്നദ്ധ സംഘടനകളുമൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവരുടെ സ്വപ്നങ്ങൾ, അങ്ങോട്ടേക്കുള്ള അതിജീവനങ്ങൾ, പ്രിയപ്പെട്ടവരുടെ സജു ദേവസിയാണ് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നമുക്കൊപ്പം ചേർന്നത്.